മമ്മൂക്കയെ റീടേക്കിന് അനുവദിച്ചാൽ. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷന്റെ ബെൽ ബട്ടൺ കൂടി അമർത്തുന്ന കാര്യം പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. മമ്മൂക്കയെ റീടേക്കിന് അനുവദിച്ചാൽ, അതെ, മമ്മൂക്ക എന്ന മഹാ നടനെ ഒരു റീടേക്കിന് അനുവദിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് പറയുകയാണ് നമ്മുടെ പ്രിയങ്കരനായ സംവിധായകൻ ഖാലിദ് റഹ്മാൻ. ഉണ്ട എന്ന ചിത്രവും അനുരാഗ് കരിക്കുംവെള്ളം എന്ന ചിത്രവും ഒക്കെ തന്നെ നമ്മൾ ഞെട്ടിച്ചതാണ്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഒട്ടനവധി സിനിമകൾ, പ്രത്യേകിച്ച് തല്ലുമാല, ഇപ്പോൾ ഇതാ വരാനിരിക്കുന്ന വലിയ സിനിമകളെല്ലാം തന്നെ അദ്ദേഹത്തിന് വലിയ സംവിധായകനെന്ന, പ്രതിഭാധന സംവിധായകനെന്ന വലിയ പേരുണ്ടാക്കി കൊടുത്തവയാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് ഇപ്പോൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. മമ്മൂക്കയെ റീടേക്കിന് അനുവദിച്ചാൽ നമ്മൾ പെട്ടുപോകുക തന്നെ ചെയ്യും. ഉണ്ടയിലെ ഇൻട്രോ സീൻ 3 ടേക്കാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ ഖാലിദ് റഹ്മാന് അതിനെക്കുറിച്ച് പറയാനുമുണ്ട്. എനിക്ക് തോന്നിയത് മമ്മൂട്ടി എന്ന ആൾ അല്ലേ കയ്യിലിരിക്കുന്ന, എന്തിനോ അടാ പെട്ടെന്ന് ഓക്കെ പറയണോ? എനിക്ക് തോന്നിയത് മമ്മൂട്ടി എന്ന ആളല്ലേ കയ്യിലിരിക്കുന്നേ, എന്തിനാടാ പെട്ടെന്ന് ഓക്കെ പറയണേ എന്നാണ്. മമ്മൂട്ടിയെ നായകനാക്കി ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ഉണ്ട. ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിച്ച SI മണി എന്ന പോലീസ് കഥാപാത്രം ഏറെ ശ്രദ്ധ നേടിയെടുത്തിരുന്നു. ഇപ്പോൾ ഇതാ ചിത്രത്തിലെ മമ്മൂട്ടിയുടെ ഇൻട്രോ സീനിന് പിന്നിലെ രസകരമായ ഒരു കഥ വിവരിക്കുകയാണ് സംവിധായകൻ ഖാലിദ് റഹ്മാൻ. ഉണ്ടയിലെ മണിസാറിന്റെ ഇൻട്രോ സീൻ 3 ടേക്കുകൾ ഉണ്ടായിരുന്നത്രേ. 3 തവണയും വ്യത്യസ്തമായ ചിരികളാണ് മമ്മൂട്ടി തനിക്ക് നൽകിയതെന്നാണ് ഖാലിദ് റഹ്മാൻ പറഞ്ഞു വെക്കുന്നത്. മമ്മൂട്ടി എന്ന ആക്ടറിനെ റീടേക്കിന് അനുവദിക്കുമ്പോൾ സംവിധായകൻ പെട്ടുപോകുമെന്ന്, അതിനുള്ള കാരണം കൂടിയും അദ്ദേഹം പറയുകയാണ്. ഓരോ ടേക്കിലും അദ്ദേഹം റീഫൈൻ ചെയ്ത് ബെറ്ററായിക്കൊണ്ട് പോകുന്ന കാഴ്ചയാണ് എനിക്ക് കാണാൻ സാധിച്ചത് എന്നാണ് ഖാലിദ് റഹ്മാൻ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ വലിയ അഭിമുഖത്തിൽ പങ്കുവച്ചിരിക്കുന്നത്. ഉണ്ടയിലെ മണിസാറിന്റെ ഇൻട്രോ സീൻ 3 ടേക്ക് ഉണ്ട് എൻ്റെ കയ്യിൽ. ആദ്യ ടേക്കിൽ ആക്ഷൻ പറഞ്ഞ് അത് ചെയ്ത് കഴിഞ്ഞ് ഞാൻ പ്ലേ ബാക്കിൽ നോക്കുമ്പോൾ ആർക്കും ഒന്നും പറയാനില്ല. കാരണം അതൊരു പെർഫെക്റ്റ് ഷോട്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയത് മമ്മൂട്ടി എന്ന ആൾ അല്ലേ കയ്യിലിരിക്കുന്നേ, എന്തിനാടാ പെട്ടെന്ന് ഓക്കെ പറയണേ എന്നാണ്. ഞാൻ മമ്മൂക്കയോട് പോയി അത് ഓക്കെ ആണ്, പക്ഷെ ഒന്നുകൂടെ പോകാമെന്ന് പറഞ്ഞു. അദ്ദേഹം എന്നോട് എന്താണ് കാരണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് കറക്ഷൻ പറയാനൊന്നുമില്ല, പക്ഷെ എഡിറ്റിംഗിൽ 2-3 ചോയ്സ് ഉണ്ടെങ്കിൽ അത് നന്നാവും എന്ന് പറഞ്ഞു. അങ്ങനെ 2ാമത്തെ ടേക്കിൽ വേറെ ഒരു ചിരി വന്നു. അതും എനിക്ക് ഓക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇനി നിർത്താമെന്ന് പറഞ്ഞു. ഉടനെ മമ്മൂക്ക ടേക്ക് 3 എന്ന് പറഞ്ഞ് ഒരു ചിരിയും കൂടെ ഷൂട്ട് ചെയ്തു. അതും കഴിഞ്ഞ് 2ൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്നു അത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മമ്മൂട്ടി എന്ന ആക്ടറിനെ റീടേക്ക് പോകുന്തോറും നമ്മൾ പെടാപ്പാട് പെടും. നമ്മുടെ ഓപ്ഷൻസ് അപ്പോൾ കൂടുമെന്ന് മാത്രമല്ല, അദ്ദേഹം റീഫൈൻ ചെയ്ത് ബെറ്റർ ആയിക്കൊണ്ട് പോവുകയും ചെയ്യും. ഭയങ്കര ലെസൺ ആയിരുന്നു അത്. ആദ്യമെടുത്ത ടേക്ക് തന്നെയാണ് സിനിമയിലും ഉപയോഗിച്ചിരിക്കുന്നത്, ഖാലിദ് റഹ്മാൻ കൂട്ടിച്ചേർത്തു. ഹർഷദാണ് ഉണ്ടാക്കിയ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. മൂവി മിൽ, ജെമിനി സ്റ്റുഡിയോ എന്നിവയുടെ ബാനറുകളിൽ കൃഷ്ണൻ സേതുകുമാറാണ് ചിത്രം വന്ന് നിർമ്മിച്ചിരുന്നത്. ഷൈൻ ടോം ചാക്കോ, അർജുൻ അശോകൻ, ലുക്മാൻ, ഗ്രിഗറി, രഞ്ജിത്ത്, റോണി ഡേവിഡ് എന്നിവരാണ് സിനിമയിലെ മറ്റ് ശക്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചവർ. മികച്ച അഭിപ്രായം നേടിയ സിനിമ ബോക്സ് ഓഫീസിലും മിന്നുന്ന നേട്ടമാണ് അന്ന് കൈവരിച്ചത്. കാരണം അത്തരത്തിലൊരു സിനിമ അക്കാലത്ത് ഇത്തരത്തിലൊരു നേട്ടം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് മമ്മൂക്കയ്ക്ക് മാത്രം സാധിക്കുന്ന ഒരു മാജിക്കാണ്. കാരണം ഇത് ഒരു പരീക്ഷണ ചിത്രം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നമ്മൾ കണ്ടവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഉണ്ട എന്ന ചിത്രം അന്ന് ഒരുപാട് ട്രോളുകൾ സിനിമയുടെ പേര് വന്നപ്പോൾ ഉണ്ടായി. പക്ഷേ സിനിമയ്ക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു പേര് തന്നെയായിരുന്നു ഉണ്ട എന്ന് സിനിമ കണ്ടവർക്കറിയാം. കാരണം അത്രയും പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സോഷ്യൽ മെസ്സേജ് നൽകുന്ന ഒരു സിനിമ, ഇന്ത്യയുടെ യഥാർത്ഥ അവകാശികൾ ആരെന്ന് നമ്മളെ വിരൽ ചൂണ്ടി കാണിക്കുന്ന സിനിമ ഇപ്പോൾ മറ്റു സംസ്ഥാനങ്ങളിൽ, കേരളം ഒഴികെ മറ്റു സംസ്ഥാനങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് വ്യക്തമായിട്ടുള്ള വീക്ഷണത്തോടെ കാണിച്ചിരിക്കുന്ന സിനിമ എന്നൊക്കെ നമുക്ക് ഈ സിനിമയെ വിശേഷിപ്പിക്കാം. കാരണം എന്താണ് നമ്മുടെ ഭരണഘടനയെന്നും എന്താണ് ജനാധിപത്യം എന്നൊക്കെ എടുത്തു പറയുന്ന ഒരു സിനിമ. അതെ, ഉണ്ട എന്ന സിനിമ എന്നും വ്യത്യസ്തമായി മാറി നിൽക്കും. അതിലെ മണിസാറാകട്ടെ അതിന് മുകളിൽ ഒരു രത്ന കിരീടത്തിന്റെ മുകളിലുള്ള തൂവൽ പോലെ മിന്നിത്തിളങ്ങിക്കൊണ്ടിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.